ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ ഇന്ന് നമുക്ക് എൻക്വയറി വരുമ്പോൾ ഒരുപാട് പ്രാവശ്യം കുട്ടികൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിൻ്റെ എനിക്കറിയാവുന്ന ഒരു ഉത്തരവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് കേട്ടോ. അതായത് ഞാൻ വീണ്ടും പറയുന്നു, എനിക്കറിയാവുന്ന ഉത്തരം കേട്ടോ. നിങ്ങൾക്കതിൻ്റെ ഉത്തരം വേറെ ആയിരിക്കാം, വേറെ പലർക്കും വേറെ ആയിരിക്കാം. പക്ഷേ എനിക്ക് അറിയാവുന്ന ഒരു ഉത്തരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ചോദ്യം ഉത്തരവേ ഉള്ളൂ, നിങ്ങൾ തമ്മിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരുമിച്ച് പഠിക്കാൻ പറ്റിയ പരീക്ഷകളായിരിക്കും. നമ്മൾ പല ആളുകളും ഗവൺമെൻറ് എക്സാം ഗവൺമെൻറ് ജോലി എന്നുള്ള സ്വപ്നവുമായിട്ട് നടക്കുന്ന ആളുകളായിരിക്കാം. അതിന് നമുക്ക് മുമ്പിൽ പല ഓപ്ഷനും ഉണ്ട് അല്ലേ. മെയിനായിട്ട് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. UPSC, SSC, PSC, RRB എന്നൊക്കെ കൊണ്ട് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പല കുട്ടികളുടെയും പ്രശ്നം എന്തായിരിക്കും, നമുക്ക് ഇതിലൊക്കെ ഒരുമിച്ച് പഠിക്കാൻ പറ്റിയ പരീക്ഷകളായിരിക്കും. അല്ലെങ്കിൽ ഒന്ന് കൊണ്ടുപോകുന്നതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകാൻ പറ്റിയ വേറെ പരീക്ഷകളുണ്ടോ എന്നൊക്കെ ഒരുപാട് കുട്ടികൾ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഞാൻ ജനറലി എല്ലാവരോടും പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒഴിവാക്കലാണ്. പക്ഷേ അതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം അല്ലേ. മെയിനായിട്ട് നമുക്ക് മുമ്പിലുള്ളത് 5 പരീക്ഷകളാണ്. ഒരുപാട് പരീക്ഷകളുണ്ട് ഗവൺമെൻറ് ജോലിയിൽ, പല സ്ഥാപനങ്ങളിലുള്ള പല പരീക്ഷകളുണ്ട്. പക്ഷേ ജനറലി മെയിനായിട്ട് പറയുന്നത് നമുക്ക് 5 പരീക്ഷകളാണ്. അതിൽ ആദ്യത്തെ ഓപ്ഷൻ നമുക്കറിയാം UPSC പരീക്ഷ അല്ലേ. ഇന്ത്യയിലെ ഗ്രൂപ്പ് A പോസ്റ്റുകളിലേക്ക് അധികം റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് UPSC വഴിയാണ്. UPSC സിവിൽ സർവീസ് പരീക്ഷയും അസിസ്റ്റൻറ്റ് കമാൻഡർ പരീക്ഷയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ UPSC ആണ് അതിൽ മെയിൻ. രണ്ടാമത് വരുന്ന ഓപ്ഷനാണ് SSC, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. UPSCയുടെ താഴെ വരുന്ന അത് UPSC ഗ്രൂപ്പ് A ആണെങ്കിൽ ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C പോലത്തെ പോസ്റ്റുകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നതാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. അതിന് താഴെ വരുന്ന പരീക്ഷയാണ് CGL, CHL പരീക്ഷകളൊക്കെ. പിന്നെ വരുന്ന പരീക്ഷയാണിത് ബാങ്കിങ് പരീക്ഷകൾ അല്ലേ. ബാങ്കിങ്ങിൻ്റെ ഒരുപാട് പരീക്ഷകളുണ്ട്. IBPS നടത്തുന്ന പരീക്ഷകളുണ്ട്. റീജിയണൽ റൂറൽ ബാങ്കിലേക്കുള്ള പരീക്ഷകളുണ്ട്. പിന്നെ ചില പ്രൈവറ്റ് ബാങ്കുകളിലേക്ക് ഒരുപാട് റിക്രൂട്ട്മെൻറ്റ് അങ്ങനത്തെ ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്ന വേറൊരു ഓപ്ഷനാണ് ഇത് ബാങ്കിങ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്ന ഓപ്ഷനാണ് RRB പരീക്ഷകൾ. RRBയുടെ NTPC അണ്ടർ ഗ്രാജുവേറ്റ്, ഗ്രാജുവേറ്റിൽ RRB, RPF പരീക്ഷകൾ, അങ്ങനെ RRB, JE പരീക്ഷകൾ, അങ്ങനെ ഒരുപാട് പരീക്ഷകൾ നടത്തുന്ന വേറൊരു ഏജൻസിയാണ് RRB പരീക്ഷകൾ. പിന്നെ നമുക്ക് വരുന്ന വേറൊരു ഓപ്ഷനാണെന്ത് PSC, നമ്മുടെ കേരള PSC പരീക്ഷകൾ. ഏറ്റവും മെയിനായിട്ടുള്ള 5 ഓപ്ഷൻ കേട്ടോ. ഇതിൽ ഒരുപാട് ഓപ്ഷൻ വേറെ ഉണ്ട്. മെയിനായിട്ടുള്ള 5 ഓപ്ഷനാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഞാൻ ആദ്യം വേറൊരു കാര്യം പറയാം. നിങ്ങളൊരു ഗവൺമെൻറ് ജോലി, അതായത് ഗവൺമെൻറ് ജോലിയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഗവൺമെൻറ് ജോലിയാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ ഓപ്ഷൻ ഏതായിരിക്കണം? UPSC ആയിരിക്കണം. ഓക്കെ, അത് ഞാൻ എക്സാമിനെ കുറിച്ച് പറയാം. UPSC ആയിരിക്കണം. അതിലൊരു സംശയവും ആർക്കില്ല. ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞാൽ അത് UPSC വഴി കയറുന്ന ആളുകൾക്കാണ് കിട്ടുക. ഗ്രൂപ്പ് A പോസ്റ്റുകൾ, ഗ്രൂപ്പ് Aയുടെ മുകളിൽ വേറൊരു പോസ്റ്റുകളില്ല. പിന്നുള്ളത് മന്ത്രിമാരും ബാക്കിയുള്ളതൊക്കെയാണ്. അപ്പോൾ ഗ്രൂപ്പ് A ആണ് ഏറ്റവും വലുത് കേട്ടോ. അപ്പോൾ ഗ്രൂപ്പ് A, പക്ഷേ UPSCക്ക് നമുക്കൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ ബാക്കിയുള്ള പരീക്ഷകൾ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ 10-1 വേക്കൻസികൾ എവിടെ ഉണ്ടാവുള്ളൂ UPSC. ഉദാഹരണത്തിന് UPSC സിവിൽ സർവീസ് പരീക്ഷ എടുക്കുകയാണെങ്കിൽ വെറും 1000-ൽ താഴെ അല്ലെങ്കിൽ ആവറേജ് ഒരു 1000 വേക്കൻസികൾ എവിടെ ഉണ്ടാവുള്ളൂ? UPSCയിൽ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ ഈ SSC ബാങ്കിങ് നോക്കുകയാണെങ്കിൽ അവിടെ 10,000 കണക്കിന് വേക്കൻസികൾ ഉണ്ടാവും. അതായത് 10-1 വേക്കൻസികൾ UPSC ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളൊരു റിസ്ക് ടേക്കിംഗ് കൂടുതലാണ്. ഏറ്റവും നല്ല ഓപ്ഷൻ അതാണ്, അതിൽ സംശയമില്ല. പക്ഷേ നമ്മൾ ചാൻസ് വെച്ച് നോക്കുമ്പോൾ ഒരു 10 ഇരട്ടി ചാൻസാണ് ഇവിടെ SSC, PSC പോലുള്ള പരീക്ഷകൾക്ക്, RRB പോലത്തെ പരീക്ഷകൾക്ക് ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ UPSC ആണ്. അതിൻ്റെ എക്സാം പാറ്റേണും കാര്യങ്ങളൊക്കെ വേറെയാണ്. അതിന് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷകളുണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്, ഫസ്റ്റ് ഒരു ഒബ്ജക്റ്റീവ് പരീക്ഷയുണ്ട്, അങ്ങനെ ഒരുപാട് സ്റ്റേജുകൾ കടന്നു പോകണം. അപ്പോൾ അതല്ല നിങ്ങളുടെ ഓപ്ഷൻ. അടുത്ത നിങ്ങൾ വേറെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഏതായിരിക്കണം? SSC, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആയിരിക്കണം കേട്ടോ. ബാക്കിയുള്ള പരീക്ഷകളൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ ഏതായിരിക്കണം? സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആയിരിക്കണം. കാരണം ഈ ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C പോലെ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള നല്ല സാലറി കിട്ടുന്ന പോസ്റ്റുകളാണ് വരുന്നത് SSC വരുന്നത്. പിന്നെ അതിൻ്റെ ഏകദേശം SSCൻ്റെ കൂടെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന പരീക്ഷയാണെന്ത്? ബാങ്കിങ് പരീക്ഷകൾ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ IBPS, റീജിയണൽ റൂറൽ ബാങ്കിലേക്കുള്ള പരീക്ഷകൾ എന്നൊക്കെ പറയുന്നത് ഈ ബാങ്കിങ് പരീക്ഷകളാണ്. അതിനും അത്യാവശ്യം നല്ല സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വർക്ക് ലോഡ് എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും കുറച്ച് കൂടുതലായിരിക്കും. ബാങ്കിലെ വർക്ക് നേച്ചറൊക്കെ നിങ്ങൾക്ക് അറിയാം, കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇപ്പോൾ ബാങ്കൊക്കെ നിർത്തിയിട്ട് SSCയിലോട്ട് തിരിച്ച് വരുന്ന അങ്ങനത്തെ ആളുകൾ കുറച്ച് അധികം ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വരുന്ന ഓപ്ഷനാണെന്ത്? RRB ഇത്രയും കാലം 4-5 വർഷം കൂടുമ്പോഴൊക്കെ നടത്തുന്ന പരീക്ഷയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സത്യം അതിൻ്റെ ജെനുവിനിറ്റി എനിക്കറിയില്ല. പക്ഷേ എല്ലാ വർഷവും നടക്കുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം വരെ 30,000-ഓളം വേക്കൻസി ഉണ്ടായിരുന്നു. NTPCക്ക് ഇപ്പോൾ വെറും 10,000 വേക്കൻസി ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ എല്ലാ വർഷവും നടക്കുന്നതുകൊണ്ടായിരിക്കും വേക്കൻസി അവർ കുറച്ചത് കേട്ടോ. അപ്പോൾ RRB പോലത്തെ പരീക്ഷകൾ ഇനി എല്ലാ വർഷവും വരുന്നുണ്ട്. പിന്നെ വരുന്നതാണത് PSC. അപ്പോൾ PSCയുടെ താഴെ ഒരുപാട്, അപ്പോൾ ഞങ്ങളുണ്ട് PSC LDC പോലുള്ള 10ാം ക്ലാസ് ലെവൽ പരീക്ഷയ്ക്ക് പോലും നമ്മുടെ നാട്ടിൽ ഒരുപാട് ഗ്രാജുവേറ്റ്സും കാര്യങ്ങളൊക്കെ പിന്നാലെ നടന്നും കഷ്ടപ്പെടുന്നു. അപ്പോൾ അതിനേക്കാൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് വേറെ ഉണ്ട്. PSC പരീക്ഷകൾ, PSCയുടെ പോസ്റ്റുകൾ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിൻ്റെ മുകളിൽ നമുക്ക് വേറെ കുറേ ഓപ്ഷനുകളുണ്ട്. നമ്മൾ മലയാളികൾക്ക് ഇതൊന്നും അറിയാത്തൊരു പ്രശ്നമുണ്ട് കേട്ടോ. PSCയുടെ KS പോലെ പരീക്ഷ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പരീക്ഷയാണ്. അത് മാറ്റി നിർത്തി ബാക്കിയുള്ളതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് LD ക്ലർക്കിനെ കിട്ടുന്ന ഒരു അമിത ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ. LD ക്ലർക്ക് പരീക്ഷ എന്ന് പറഞ്ഞാൽ വെറും 10ാം ക്ലാസ് ലെവൽ പരീക്ഷയാണ്. സാലറിയൊക്കെ ഈ ബാങ്കിങ്, RRB, SSC പരീക്ഷകൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് സാലറിയാണ്. എന്നിട്ട് പോലും നമ്മുടെ കുട്ടികൾ ഒരുപാട് അതിൻ്റെ പിന്നാലെ പോകുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ജസ്റ്റ് നമ്മുടെ എക്സാമിനെ കുറിച്ചൊന്ന് പറഞ്ഞത്. പിന്നെ ഇനി ഞാൻ പറഞ്ഞുതരാം ഇതിൽ നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റിയ പരീക്ഷകൾ കേട്ടോ. ഇതൊക്കെ ഒരുമിച്ച് പഠിച്ച് ഞാൻ ചിലത് പറ്റില്ല എന്ന് പറയുമെങ്കിലും അത് പറ്റുന്ന ഒരുപാട് പേര്. ഉദാഹരണത്തിന് UPSC പരീക്ഷയുടെ കൂടെ വേറെ പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ UPSC പരീക്ഷയുടെ കൂടെ ഇതൊന്നും വേറെ നിങ്ങൾ സെപ്പറേറ്റ് കൊണ്ടുപോകാതിരിക്കുക
കേട്ടോ. UPSC എന്ന് പറഞ്ഞാൽ അത് വേറൊരു ലെവൽ, ഒരു ലീഗ് പരീക്ഷയാണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേറൊന്നും പഠിക്കില്ല കേട്ടോ. അപ്പോൾ പറയുമ്പോൾ ടോപ്പിക് എല്ലാം എന്താണ്? മാത്സ് ആണ്, ഇംഗ്ലീഷ്, റീസണിങ്, GK. ഈ 4 ടോപ്പിക്കാണ് ഏതൊരു പരീക്ഷയ്ക്കും ഉണ്ടാവുക. പക്ഷേ ഓരോന്നിനും അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ട്. പിന്നെ രണ്ടാമത് ഞാൻ വേറെ പരീക്ഷ പറയുകയാണെങ്കിൽ ബാങ്കിങ്ങിൻ്റെ കൂടെ വേറൊന്നും പഠിക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ പല ആൾക്കാർ പറയുന്നേക്കാം SSC ബാങ്കിങ് ഒരുമിച്ച് കൊണ്ടുപോയി കിട്ടുന്ന ആളുകളുണ്ട്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്കറിയാവുന്ന ആളുകളുണ്ട്. പക്ഷേ അതൊക്കെ വളരെ റെയറാണ്. കാരണം ഈ SSC ബാങ്കിങ് എന്ന് പറഞ്ഞാൽ രണ്ടും എൻറ്റയർലി ഡിഫറെൻറ്റ് എക്സാമാണ്. രണ്ടിലും ഏകദേശം സിലബസ്, അതായത് ഞാൻ പറഞ്ഞ പോലെ മാത്സും ഇംഗ്ലീഷും റീസണിങ്ങും GK ഒക്കെയാണ് രണ്ടിലും വരുന്നത്. പക്ഷേ ഇവിടുത്തെ റീസണിങ്ങും അല്ല ഇവിടുത്തെ റീസണിങ് വരിക. നിങ്ങൾ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. SSCയിൽ ചോദിക്കുന്ന റീസണിങ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ റീസണിങ് ആണ്. പക്ഷേ ബാങ്കിങ്ങിൽ ചോദിക്കുന്ന റീസണിങ് എന്ന് പറഞ്ഞാൽ പസിലൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള പസിലാണ്. അതുപോലെ തന്നെ GK ഒക്കെ ജനറൽ അവയർനെസ് ആണ്, അവിടെ ബാങ്കിങ് അവയർനെസ് ആണ് ചോദിക്കുക. നമുക്കിവിടെ സാധാ SSCയിൽ എന്ന് പറഞ്ഞാൽ ഈ പൊളിറ്റി, ഹിസ്റ്ററി, ജിയോഗ്രഫി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, എക്കണോമിക്സ് ഇങ്ങനത്തെ ജനറൽ കാര്യങ്ങളാണ് ചോദിക്കുക. അപ്പോൾ ബാങ്കിങ്ങും SSCയും ഒരിക്കലും ഒരുമിച്ച് പഠിക്കാതിരിക്കുക. കാരണം രണ്ടിനും നമുക്ക് പഠിക്കുന്ന കാലിബറുള്ള ആളുകളുണ്ട്. പക്ഷേ ഒരുമിച്ച് എന്ത് ചെയ്യുക? കൊണ്ടുപോകാതിരിക്കുക. ഏതെങ്കിലും ഒരു പരീക്ഷ ഫോക്കസ് ചെയ്യുക, അതിൻ്റെ കൂടെ നിൽക്കുക. പിന്നെ RRB പോട്ടെ, PSCൻ്റെ കൂടെ വേറൊന്നും നോക്കാതിരിക്കുക. പല ആൾക്കാരും പ്രശ്നം SSCൻ്റെ കൂടെ PSC പറ്റുമോ? SSCൻ്റെ കൂടെ PSC പറ്റുമോ എന്ന് ചോദിച്ചാൽ SSC മെയിൻലി എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. പക്ഷേ PSC എന്ന് പറഞ്ഞാൽ ജനറലി GKക്കാണ് കുറച്ച് ഓവർ ഇമ്പോർട്ടൻസ് കേട്ടോ. അപ്പോൾ SSCയും PSC ഒരുമിച്ച്. അതുപോലെ തന്നെ GK എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ കേരള ഫാക്ട്സ്, കേരള റിനൈസൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കൂടുതൽ വരാറുണ്ട് ഇത് PSCയിൽ. അപ്പോൾ അതും കൂടെ കൊണ്ടുപോകാതിരിക്കുക. പിന്നെ ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയുന്നത് വെച്ചാൽ SSC അതുപോലെ തന്നെ RRB നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റിയ 2 എക്സാമ്പിളാണത്. SSCയും RRBയും. അവിടെയും ഒരു വ്യത്യാസമുണ്ട്. നിങ്ങൾ RRBക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് SSCക്ക് പഠിക്കാൻ SSC പരീക്ഷകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നിങ്ങൾ SSCക്ക് പഠിച്ചു കഴിഞ്ഞാൽ RRB പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. നിങ്ങൾ ആ സിലബസ് നോക്കിയാൽ മനസ്സിലാവും. SSCക്ക് വരുന്ന പരീക്ഷ എന്ന് പറഞ്ഞാൽ QA, അതായത് മാത്സ്, പിന്നെ റീസണിങ്, ലോജിക്കൽ റീസണിങ്, പിന്നെ GK, പിന്നെ ഇംഗ്ലീഷ്. ഇതാണ് SSC പരീക്ഷകൾക്ക് പൊതുവെ വരുന്ന ടോപ്പിക്കുകൾ. RRB പരീക്ഷകൾ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ RRB പരീക്ഷയ്ക്ക് അവിടെ ഇംഗ്ലീഷ് ഉണ്ടാവില്ല. RRB പരീക്ഷയ്ക്ക് QA, റീസണിങ്, GK ഇത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ നിങ്ങൾ SSC CGL പോലത്തെ പരീക്ഷയ്ക്ക് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ RRB NTPC ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും, സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ. കാരണം എനിക്ക് ഒരുപാട് പേരെ അറിയാം, കഴിഞ്ഞ CGL പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഒരുപാട് പേര് കഴിഞ്ഞ RRB NTPC ക്ലിയർ ആയി പോലെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. രണ്ടും ഏകദേശം ഒരുപോലെയാണ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ആകെ ഒരു വ്യത്യാസം എന്താ? RRBക്ക് ഇംഗ്ലീഷ് ഇല്ല. പിന്നെ RRBക്ക് എന്താണ്? GKയിൽ ജനറൽ സയൻസ് എന്ന് കുറച്ചൊരു വെയിറ്റേജ് കൂടുതലുണ്ട്. ഈ 2 വ്യത്യാസം മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾക്ക് SSC CGL എന്ന് പറഞ്ഞ പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരുപാട് പരീക്ഷകളുണ്ട്. അതും ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ പറഞ്ഞു SSC RRB നിങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകും. അത് നേരെ തിരിച്ചു പറ്റില്ല. RRB പഠിച്ചുകൊണ്ട് SSC എഴുതാൻ പറ്റില്ല. പക്ഷേ SSC പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? RRB വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞുതരാം, SSC CGL പഠിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ്. ഒന്ന് SSC CGL, അതായത് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷ. പിന്നെ SSC CHSL, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ പരീക്ഷ. ഓൾമോസ്റ്റ് ഇത് രണ്ടും സെയിം സിലബസ് ആണ്, സെയിം എക്സാം പാറ്റേൺ ആണ്. രണ്ടും ഒന്ന് ഗ്രാജുവേറ്റ് ലെവൽ, ഒന്ന് ഹയർ സെക്കൻഡറി ലെവലിന് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് എന്താണ് സെയിം ആണ്. പിന്നെ SSC CPO, അതായത് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സുകളുണ്ട്. CISF, CRPF, BSF, SSB, അങ്ങനെ ഇന്തോ ടിബറ്റൻ ബോർഡ്, ITBP, അങ്ങനെ ഒരുപാട് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ഉണ്ട്. അതിലേക്ക് SI ASI റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന പരീക്ഷയാണെന്ത്? ഇത് ഡിഗ്രി ലെവൽ പരീക്ഷയാണ് SSC CPO എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെ തന്നെ സിലബസ് വരുന്നതാണെന്ത്? CPO. പിന്നെ വരുന്നതാണ് SSC MTS പരീക്ഷ, അതായത് 10ാം ക്ലാസ് ലെവൽ യോഗ്യതയുള്ള പരീക്ഷയാണ് SSCൻ്റേത്, SSC MTS. അതുപോലെ തന്നെ SSC GD പരീക്ഷ, അതായത് ഈ CPO എന്ന് പറഞ്ഞ പരീക്ഷ SI ASI ലെവലിലേക്കാണെങ്കിൽ GD പരീക്ഷ എന്തായിരിക്കും? അത് കോൺസ്റ്റബിൾ ലെവലിലേക്കായിരിക്കും. ആ സെയിം സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലേക്കുള്ള കോൺസ്റ്റബിൾ ലെവലിലേക്കുള്ള പരീക്ഷയാണത് SSC GD. പിന്നെ വേറെ പരീക്ഷയാണ് ഈ സ്റ്റെനോഗ്രാഫി ഒക്കെ പഠിച്ച ആളുകളുണ്ട്, അവർക്ക് പറ്റുന്നതാണ് SSC സ്റ്റെനോഗ്രാഫർ പരീക്ഷയുണ്ട്. SSCയുടെ, അതായത് മെയിനായിട്ട് പറഞ്ഞാൽ SSC CGL നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ SSCയുടെ വേറെ ഏതൊരു പരീക്ഷയ്ക്കും നിങ്ങൾക്ക് തന്നെ സെപ്പറേറ്റ് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ആ എക്സാം പാറ്റേൺ മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. എല്ലാത്തിനും സെയിം എക്സാം പാറ്റേൺ അല്ല കേട്ടോ. CPO ഒക്കെ വരുമ്പോൾ മാറും, MTSന് GDക്കൊക്കെ മാറും. പക്ഷേ ആ എക്സാം പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഈ CGL വരുന്ന ചില ടോപ്പിക്കുകൾ ഒഴിവാക്കേണ്ട അവസ്ഥ മാത്രമേ ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വരുന്നുള്ളൂ. അപ്പോൾ CGL പഠിച്ചാൽ ഇത്രയും പരീക്ഷ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ RRBയുടെ RPF പരീക്ഷയൊക്കെ ഉണ്ട് അല്ലേ? RRB തന്നെയാണോ RPF കണ്ടക്ട് ചെയ്ത് എനിക്കറിയില്ല, പക്ഷേ ആ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. പിന്നെ RRB NTPC പരീക്ഷ. NTPCയിൽ എന്തൊക്കെയുണ്ട്? ഗ്രാജുവേറ്റ് ലെവലും ഉണ്ട്, അണ്ടർ ഗ്രാജുവേറ്റ് ലെവലുണ്ട്. ഈ 2 പരീക്ഷയ്ക്ക് എന്ത് മതി?
നിങ്ങൾക്ക് ഈ ഒരു CGL വേണ്ട പ്രിപ്പറേഷൻ മാത്രം മതി കേട്ടോ. കാരണം നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അതിൽ ഈ SSC CGL ലെവൽ കുറച്ചൊന്ന് കുറക്കും. കാരണം മാത്സിനൊക്കെ ഈ ഒരു SSC CGL ചോദിക്കുന്ന അതേ ലെവൽ അവിടെ ചോദിക്കില്ല, RRB NTPCക്ക് ചോദിക്കില്ല, കുറച്ച് ലെവൽ കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു വ്യത്യാസം മാത്രം, അതായത് ഈ ഒരു CGL മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ എക്സ്ട്രാ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ പറഞ്ഞ എക്സാം പാറ്റേൺ മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ CGLനൊക്കെയാണ് സമയത്തിൻ്റെ കുറച്ച് പ്രശ്നമൊക്കെ വരുന്നുണ്ട്, 1 മണിക്കൂറിലാണ് വരുന്നത്. ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നും വരുന്നില്ല. 1.5 മണിക്കൂർ, എനിക്ക് 1.5 മണിക്കൂറാണ് തോന്നുന്നു RRB NTPC പരീക്ഷേൻ്റെ പ്രിലിംസൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യും, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറഞ്ഞ വീഡിയോൻ്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റിയ 2 പരീക്ഷകളാണ് SSCയും RRB കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് പ്രീവിയസ് എക്സാമ്പിൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊന്നും ഞാൻ നമ്മുടെ കോഴ്സ് പ്രൊമോട്ട് ചെയ്യാനോ SSCയെ പ്രൊമോട്ട് ചെയ്യാനോ പറയുന്നതല്ല. നിങ്ങൾ ഇതിൽ ജെന്യൂനായിട്ട് നിൽക്കുന്ന ആളുകളോടൊന്ന് ചോദിച്ചു നോക്കിയാൽ മതി, ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടും. ബാക്കിയുള്ള ബാങ്കിങ്ങും PSC നിങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. UPSCയും SSCയും കൊണ്ടുപോകാൻ പറ്റില്ല. UPSCയും ബാങ്കിങ് കൊണ്ടുപോകാൻ പറ്റില്ല. അതുപോലെ തന്നെ SSCയും PSCയും കൊണ്ടുപോകാൻ പറ്റില്ല. പറ്റുന്നവരുണ്ടാവാം കേട്ടോ, അത് റെയർ കേസുകൾ ഉണ്ടാവാം. പക്ഷേ ഞാൻ ജനറലി പറയുന്ന കാര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ 2 പരീക്ഷകളും നിങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകാം. എവിടെ, ഇങ്ങോട്ടും അല്ല അങ്ങോട്ട് പറ്റും. അതായത് SSC പഠിച്ച ഒരാൾക്ക് RRB പറ്റും, പക്ഷേ RRB പഠിച്ച ഒരാൾക്ക് SSC പറ്റില്ല. കാരണം RRBയിൽ ഇംഗ്ലീഷില്ല. ഇംഗ്ലീഷിൽ എന്തൊക്കെയാണ് ഗ്രാമർ, വൊക്കാബുലറി പോർഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് RRB മാത്രം പഠിച്ച ഒരാൾക്ക് SSCയിലോട്ട് വരുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. കാരണം ഇംഗ്ലീഷൊക്കെ ഏറ്റവും കൂടുതൽ എനിക്ക് Tier 2 45 ക്വസ്റ്റ്യൻ വെയിറ്റേജ് വരുന്ന ഇംഗ്ലീഷാണ് SSCയിൽ. അപ്പോൾ അതെന്തുണ്ടാവില്ല, ഈ RRB പഠിച്ച ഒരാൾക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പോൾ Tier 1 എങ്ങനെയും കടന്നു കൂടിയാൽ തന്നെ Tier 2 എത്തുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. പക്ഷേ ഇവിടെ അങ്ങോട്ട് പോകുമ്പോഴോ വലിയ ബുദ്ധിമുട്ടില്ല. ഇംഗ്ലീഷ് എന്ന സാധനം നമുക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ ജനറൽ സയൻസ് ഒന്ന് കുറച്ച് കൂടുതൽ പഠിക്കേണ്ട ബുദ്ധിമുട്ടേ വരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഈ പറഞ്ഞതൊക്കെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് പല ഓപ്ഷൻ കാര്യങ്ങളുണ്ടാവും. ഞാൻ ഒരിക്കലും ആർക്കും എന്താ പറയുക, ഇങ്ങനത്തെ എളുപ്പ വഴിയും കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാറില്ല. എപ്പോഴും ഞാൻ കുട്ടികളോട് പറയാം, നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളെ എന്താ പറയുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളൊന്നല്ല ഞാൻ പറയാം. പലപ്പോഴും ഞാൻ ക്ലാസ്സിൽ വരുന്ന ഓഫ്ലൈൻ കുട്ടികളൊക്കെ പറയാറുണ്ട്, നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അല്ല നമ്മുടെ ഓഫ്ലൈൻ കോഴ്സോ നമ്മുടെ ഓൺലൈൻ കോഴ്സ് കൊടുത്തുകൊണ്ട് ജോലി ഗ്യാരണ്ടിയാണ്, മറ്റേതാണ് ഗവൺമെൻറ് ജോലി കിട്ടുന്നത് ഞാൻ ആരോടും പറയാറില്ല. അങ്ങനെ മോഹന വാഗ്ദാനങ്ങളൊന്നും ഞാൻ ആർക്കും കൊടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് പറയാനുള്ള എനിക്ക് തോന്നിയ കാര്യങ്ങൾ എന്ത് ചെയ്യും, ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയും കേട്ടോ. അപ്പോൾ അതാണ് ഞാനോട് പറഞ്ഞിട്ടുള്ളത്. ഇത് എനിക്ക് വിളിച്ച് പറയണമെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം, അതല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്ത് തള്ളിക്കളഞ്ഞിട്ട് നിങ്ങളുടേതായ ഫോർമുലയും വെച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. ഇപ്പോൾ പല ആൾക്കാരും ഞാൻ താഴെ കമൻറ്റ് ഇടാൻ പോകുന്നതായിരിക്കും, എനിക്കറിയാവുന്ന ഒരാളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ പാസ്സായിട്ടുണ്ട്, SSC ബാങ്ക് ഒരുമിച്ച് കൊണ്ടുപോയി ഞാൻ പാസ്സായിട്ടുണ്ട്, അല്ലെങ്കിൽ RRB പഠിച്ചുകൊണ്ട് ഞാൻ SSC പാസ്സായിട്ടുണ്ട്, ഉണ്ടാവാം. അത് നിങ്ങളുടെ ഒപ്പീനിയൻ കേട്ടോ. ഞാനതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷേ ഞാൻ പറയുന്നത് എൻ്റെ ഒപ്പീനിയൻ. കാരണം എനിക്കറിയാം, എനിക്ക് പേഴ്സണൽ അറിയുന്ന എൻ്റെ ഫ്രണ്ട് തന്നെ SSC പഠിച്ചുകൊണ്ട് ബാങ്കിങ് കൂടെ പാസ്സായിട്ട് ആളുകളാണ്. പക്ഷേ അത് എല്ലാവർക്കും പറ്റിക്കണമെന്നില്ല. അത് അയാളുടെ ടാലൻറ്റും കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ ഈ പറഞ്ഞ കാര്യം SSC പഠിച്ചുകൊണ്ട് RRB, പിന്നെ പല ആളുകളും ഈ കോംബോ ഓഫറൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കോഴ്സ് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ PSC, SSC, ബാങ്കിങ്, UPSC, RRB എല്ലാം കൂടെ നിങ്ങൾക്ക് ഒറ്റ കോഴ്സിൻ്റെ ഉള്ളിൽ ലഭ്യമാണ്. ഒരിക്കലും നിങ്ങൾ അമ്മാതിരി മണ്ടത്തരങ്ങളിൽ പോയിട്ട് വീഴാതിരിക്കുക കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും, ഞാൻ SSC തന്നെ നിങ്ങൾ പഠിക്കണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ ബാങ്കിങ് പഠിക്കാം, ബാങ്കിങ് പഠിക്കുകയാണെങ്കിൽ അതിന് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുക. RRB പഠിക്കാൻ നിങ്ങൾ തീരുമാനിക്കണം, RRB ആണ് നിങ്ങൾക്ക് വേണ്ടത്, ഓക്കെ RRB മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുക. PSC ആണ് പഠിക്കുന്നതെങ്കിൽ PSC മാത്രം ഫോക്കസ് ചെയ്യുക. UPSC ആണെങ്കിൽ UPSC ഫോക്കസ് ചെയ്യുക. ഒരിക്കലും ഈ കോംബോ ഓഫർ എന്ന് പറഞ്ഞിട്ടുള്ളതിൽ വീണ് പോകരുത്. ജനറലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ കാര്യങ്ങളോ അങ്ങനെ ചെയ്യില്ല. കാരണം അവർക്ക് എല്ലാം അതിനെപ്പറ്റി അറിയാം. പക്ഷേ അവിടെ ഇവിടെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ കോംബോ ഓഫർ, അത് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് പണി തരാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. അവർക്ക് ചിലപ്പം അവരുടെ കാര്യങ്ങൾ നടക്കും. പക്ഷേ നിങ്ങൾക്ക് ഇതെല്ലാം കൂടി ഒന്ന് ആലോചിച്ച് നോക്കി, എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തലയിലെടുത്ത് വെക്കേണ്ടി വരും. ആ സമയം നിങ്ങൾ ഒരു എക്സാമിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ആ എക്സാമിന് വേണ്ട കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, CGL പോലത്തെ എക്സാം പഠിക്കുകയാണെങ്കിൽ ഇതാ ഈ കാണുന്ന എക്സാം ഒക്കെ നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾ ഒരു എക്സ്ട്രാ എഫേർട്ടും കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി CGL കേട്ടോ. ഈ പരീക്ഷകളൊക്കെ ഇതിൻ്റെ കൂടെ താഴെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്ര കാര്യങ്ങളുള്ളൂ. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക. ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞ വീണ്ടും ആവർത്തിക്കുകയാണ്, നമ്മുടെ കോഴ്സിൻ്റെ എന്താ പറയുക, പ്രൊമോഷനല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അതല്ല നിങ്ങൾ SSC കോഴ്സിൽ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ആഗ്രഹമുള്ള ആളുകൾക്ക് October 15 നമ്മുടെ കോഴ്സും ആരംഭിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ കൂടെ ജസ്റ്റ് പറഞ്ഞു പോകണം, October 15 കോഴ്സ് ആരംഭിക്കുന്നുണ്ട്. വേണ്ടവരെന്ത് ചെയ്യാം, ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. 8089445590. അതുപോലെ തന്നെ 8891278490. ഓക്കെ, ഞാൻ എവിടെ ആരോടും നമ്മൾ SSC തന്നെ പഠിക്കണം, SSC ആണ് ഏറ്റവും ബെസ്റ്റ് ഒന്നും പറയാറില്ല. പക്ഷേ നിങ്ങൾക്ക് SSC പഠിക്കണം തോന്നുകയാണെങ്കിൽ ഈ നമ്പർ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യാൻ നമ്മൾ കോഴ്സുകളും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര കാര്യങ്ങളെ പറയുന്നുള്ളൂ. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.